പ്രോജക്റ്റ് ഹെൽത്തി ഇന്ത്യ. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഈ രാജ്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് കോവിഡ് മൂലമാണ്. അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ. ഈ കോവിഡിനൊപ്പം തന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക്, തൈറോയിഡ്, ക്യാൻസർ, ഡിപ്രഷൻ, കിഡ്നി സ്റ്റോൺ, ഹാർട്ട് അറ്റാക്ക്, ഹെഡ് ഡിസീസസ്, PCOD പോലുള്ള രോഗങ്ങൾ. നമ്മുടെ വാട്സാപ്പ് ചാറ്റുകളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലോ നോക്കി അറിയാൻ പറ്റും, ഓരോ ദിവസം കഴിയും തോറും ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആൾക്കാരുടെ പോസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കൂടി വരുവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചെറുപ്പത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ പ്രായഭേദമില്ലാതെ ചെറുപ്പക്കാർക്കും ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർക്കും എല്ലാം ക്യാൻസർ, കിഡ്നി ഡിസീസസ്, ഹാർട്ട് അറ്റാക്ക് ഇതെല്ലാം വന്ന് ഒരുപാട് ആൾക്കാർ പൈസയ്ക്ക് വേണ്ടി ധനസഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരുപാട് പോസ്റ്റേഴ്സ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു 20 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുകയാണോ ചെയ്തേക്കുന്നത്, കുറയുകയാണോ ചെയ്തേക്കുന്നത്? നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഡസ്ട്രി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. എന്നിട്ടും പിന്നെ എന്തുകൊണ്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ കുറയുന്നില്ല? ഓരോ ദിവസം കൂടുതലും കൂടി വരുന്നില്ല, പിന്നെ എന്തുകൊണ്ട് കുറയുന്നില്ല? അതുപോലെ തന്നെ ആൾക്കാരുടെ ആയുസ് നേരത്തേക്കെന്ന് വെച്ചാൽ 100-120 വർഷം ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയും ഹോസ്പിറ്റൽസും എല്ലാം കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ആയുസും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോരോ മാരകമായിട്ടുള്ള രോഗങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കോമൺ സെൻസിലൊന്ന് ചിന്തിച്ചു, നിങ്ങളുടെ ഒന്ന് ആലോചിക്കുക. ഇതിന് ചിന്തിക്കാൻ വലിയ ബുദ്ധിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ജസ്റ്റ് ചിന്തിച്ച് നോക്കി, നമ്മുടെ മനുഷ്യ ശരീരത്തിന് മരുന്ന് മാത്രം മതി അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽസും ഈ മെഡിക്കൽ ഇൻഡസ്ട്രി എല്ലാം പുരോഗമിച്ചപ്പോൾ അസുഖങ്ങളെല്ലാം കുറയേണ്ടതല്ലേ? ശരിയാണോ അല്ലേ? ഇനി ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുടുംബപരമായിട്ടിരുന്ന് കാണുക. നിങ്ങൾ ഫാമിലിയായിട്ട് അച്ഛൻ, അമ്മ, മക്കൾ എല്ലാവരും, അപ്പൻ, അമ്മമ്മ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഒരുമിച്ചിരുന്ന് വീഡിയോ കാണാൻ പറയും. നിങ്ങളൊരു സീരിയലോ സിനിമയോ കാണാൻ നേരം നിങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കാണും. ശരിയല്ലേ? ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ അസുഖങ്ങൾ വരുന്നത്, അസുഖങ്ങൾ വരാതെ നമുക്ക് എങ്ങനെ നമ്മുടെ പ്രിവെൻറ്റ് ചെയ്യാം, നിങ്ങൾ ഈ വീഡിയോ കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമുക്ക് മരുന്നുകൊണ്ട് മാത്രം നമ്മുടെ ശരീരത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മരുന്ന് മാത്രം കൊണ്ട് നമ്മുടെ ശരീരത്തെ അസുഖങ്ങൾ ഇല്ലാണ്ടാക്കാനോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരാതെ സംരക്ഷിക്കാനോ നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ശരീരത്തിന് മെയിനായിട്ട് വേണ്ടത് എന്തുവാ? ന്യൂട്രിയൻസാണ്. എന്ന് വെച്ചാൽ പോഷകങ്ങൾ, വിറ്റാമിൻസ്, കാൽസ്യം, അയൺ, സിങ്ക്, ഇതെല്ലാമാണ് പോഷകങ്ങൾ. ഇതെല്ലാം കിട്ടുന്നത് നമുക്ക് എവിടെ നിന്നാണ്? ഒന്ന് വായുവിൽ നിന്ന്, എയറിൽ നിന്ന്. രണ്ടാമത്തത് വെള്ളത്തിൽ നിന്ന്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. ഇപ്പം നമ്മുടെ ഈ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത രീതികൾ കൊണ്ട് ഒരുപാട് വണ്ടികൾ, ഒരുപാട് വാഹനങ്ങൾ കൂടി വരുവാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ഫാക്ടറീസ് എല്ലാം കൂടി വരുവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഒരുപാട് കൂടിയേക്കുവാണ്. അതുകൊണ്ട് നമ്മൾ ശ്വസിക്കുന്ന വായു ഒരുപാട് മലിനീകരണപ്പെട്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്. മലിനീകരമായിട്ടുള്ള വായുവാണ് നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇതിൽ നമുക്ക് ശരീരത്തിന് വേണ്ട വായു നല്ലതായിട്ട് കിട്ടുന്നില്ല. വളരെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള കെമിക്കൽസ് നിറഞ്ഞ വായുവാണ് നമ്മൾ ശ്വസിച്ച് ഉള്ളിലേക്ക് കയറ്റുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട, ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്ന ഇവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന്. ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരുടെ വീട്ടിൽ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ആൾക്കാർ എന്താ ചെയ്യുന്നത്? അതിൽ വാട്ടർ പ്യൂരിഫയേഴ്സ് വെച്ചേക്കാണ്. ഈ വാട്ടർ പ്യൂരിഫയേഴ്സിൻ്റെ ഒരു ദൂഷ്യവശമെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളത്തിലുള്ള മിനറൽസ്, അയൺ, സിങ്ക്, ഇതുപോലുള്ള പൊട്ടാസ്യം, ഇതുപോലുള്ള മിനറൽസിനെ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നതോടെ കൂടെ തന്നെ അതിനെ നശിപ്പിക്കുകയാണ്, ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട മിനറൽസ് വെള്ളത്തിൽ നിന്നും കിട്ടാതാവുകയാണ്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള പോഷകങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നത്? ഫുഡെന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ ഇറച്ചി, മീൻ, മുട്ട, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ശരീരത്തിന് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഫുഡിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചാൽ നിങ്ങളത് കണ്ടു നോക്കാം. അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം കറക്റ്റായിട്ട് പിടികിട്ടും. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലെ പച്ചക്കറി പാടങ്ങളിൽ ഒന്നിൽ നിന്ന് കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ക്യാമറയിൽ പതിഞ്ഞ വിഷപ്രയോഗത്തിന്റെ ഞെട്ടിക്കുന്ന കാഴ്ചകളിലേക്ക്. കേരളത്തിന് കഴിക്കാനുള്ള ബാബയ്ക്ക് ഒരുക്കുകയാണ് ഈ പച്ചക്കറി പാടത്ത്. പാടം കിടന്ന ബാബയ്ക്ക് നാട്ടിലെത്തിയാലും വാടാതിരിക്കാൻ കീടനാശിനികൾ കൂട്ടിക്കലർത്തുന്ന കർഷകർ.
പോകില്ല. ഒരിത്തിരി വരെ കണ്ട മാർക്കറ്റിൽ എടുക്കൂല. ഇതൊക്കെ ദോഷമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ വീണ്ടും ഇത് ഉപയോഗിക്കുന്നത്? ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയുന്നുണ്ട് കീടനാശിനി അടിച്ചാൽ ദോഷമാണ്, കീടനാശിനിയാണ് നമ്മളെല്ലാം കഴിക്കുന്ന ഭക്ഷണം കീടനാശിനിയാണെന്ന് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഓർഗാനിക്കിൽ ചെയ്തിട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ അതിന് പകുതിയോളം വിളച്ചിൽ കുറഞ്ഞാൽ വരുന്നത്. മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ പകുതി പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പൈസ കിട്ടുകയാണ്. അവൻ ഇറക്കുന്ന ചെലവിനനുസരിച്ച് പൈസ കിട്ടുകയാണ്. ഓർഗാനിക്കിലൂടെ ചെയ്ത് അവൻ പച്ചക്കറി അയക്കാൻ മരുന്ന് അടിക്കേണ്ട എന്നൊക്കെ വിചാരിച്ചാൽ അവനൊരു 10 ബോക്സ് തക്കാളി കുറച്ചാൽ 2 ബോക്സോ 5 ബോക്സോ കൊടുക്കാനുണ്ടാവുള്ളൂ. 4-ാം ദിവസം പാവല് വരണം, വീണ്ടും മരുന്നടിക്കും. അർബുദത്തിലേക്കുള്ള ആദ്യ വഴി തുറക്കുന്നത് ഈ വിഷപച്ചക്കറി തന്നെയാണെന്ന് നമ്മുടെ വൈദ്യശാസ്ത്ര പഠനങ്ങളെ കുറിച്ച് പറയാതിരിക്കാനാവില്ല. ഈ അടിക്കുന്ന വിഷത്തിന്റെ നല്ലൊരു അംശവും മലയാളിയുടെ വയറ്റിലേക്കാണ് പോകുന്നത്. ഈ പച്ചക്കറി അകത്താക്കുന്നവരെ കാത്തിരുന്നേക്കാം ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ. ക്യാമറമാൻ മുഹമ്മദ് ഷമീമിനൊപ്പം ഉണ്ടൽപേട്ടിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്. പച്ചക്കറികളുടെ അവസ്ഥ നിങ്ങൾ കണ്ടോ? ഇത്രയെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ഡെയിലി നീഡ്സിൽ നമ്മൾ നിത്യമായിട്ട് നമ്മൾ ഭക്ഷിക്കുന്ന അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിൽ നിന്നും കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഇതൊന്നും പോരാത്തതിന് നമ്മൾ വെളിയിൽ നിന്ന് എന്തെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്? ഒരുപാട് ജങ്ക് ഫുഡ്സ് നമ്മൾ കഴിക്കുന്നുണ്ട്. എക്സാമ്പിൾ പെപ്സി, കൊക്കക്കോള, അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക ഓയിലി കണ്ടൻറ്റുള്ള ഒരുപാട് വറുത്തതും പൊരിച്ചതും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഡേ ടു ഡേ ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ഉപയോഗം കൂടി വരുവാണ്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ലാപ്ടോപ്പും ഫോണും മൊബൈലും മാത്രമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ബാൻഡുകൾ വന്ന്, സ്മാർട്ട് വാച്ചുകൾ വന്ന്, അങ്ങനെ ഇപ്പം നമ്മുടെ 24 മണിക്കൂർ നമ്മുടെ ശരീരത്തോട് ചേർന്ന് തന്നെ ഇരിക്കുകയാണ് ഈ വക ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയേഷൻ കൊണ്ടും നമ്മുടെ ബോഡിയിലേക്ക് ഒരുപാട് ഹാംഫുള്ളാണ്, ഒരുപാട് ഹാനികരമായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ട്. WHO ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മളൊരു ദിവസം ആൾക്കാർ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ മദ്യപിക്കുന്നില്ല അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നില്ല, ഈ വക കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ 60 to 70% നമ്മുടെ ബോഡിയിലേക്ക് ടോക്സിൻസ് ആണ് വന്ന് ചേരുന്നത്. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്നോടും നമ്മൾ ശ്വസിക്കുന്ന വായിൽ നിന്നും 60 to 70% നമ്മുടെ ബോഡിയിൽ വന്ന് അടിഞ്ഞു കൂടുന്നത് ടോക്സിൻസ് ആണ്, കെമിക്കൽസാണ്. ഇതെല്ലാമാണ് നമ്മുടെ ഈ അസുഖങ്ങൾക്കെല്ലാം കാരണം. ഈ മാരകമായിട്ടുള്ള ഈ ഓരോ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. ഇനി ഈ അസുഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓക്കെ, ഇനി എങ്ങനെയാണെങ്കിൽ മാരകമായിട്ടുള്ള ടോക്സിൻസും കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ വന്ന് അടിയുമ്പം എങ്ങനെയാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമ്മൾ ഈ കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചെറുകുടലിലാണ് വന്ന് അബ്സോർപ്ഷൻ നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ചെറുകുടലിലൂടെയാണ് ബാക്കിയുള്ള ബോഡി പാർട്സിലേക്കെല്ലാം നമുക്ക് വേണ്ട വിറ്റാമിൻസും മിനറൽസും എല്ലാം ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് ഈ ചെറുകുടലിൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിലൂടെ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഈ കെമിക്കൽസ്, ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ചെറുകുടലിൽ വന്ന് അടിയും. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഒരു ഡയഗ്രാം വഴി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ചെറുകുടലിൻ്റെ അകത്തെ ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഒരു കാർട്ടൂൺ ഒരു ഡയഗ്രാം വഴി കാണിക്കുകയാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ടോക്സിൻസ്, നമ്മുടെ കഴിക്കുന്ന ഹാംഫുൾ ആയിട്ട് ടോക്സിൻസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചെറുകുടലിൽ വന്ന് അടിയുന്നതാണ് ആ കറുപ്പ് കളറിൽ കാണുന്നത്. ഇങ്ങനെ വന്ന് അടിയാൻ നേരത്തെ നമ്മുടെ ആ ഭാഗത്തെ ബ്ലോക്കേജ് ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചായയുടെ അരിപ്പ, നമ്മളൊരു ചായ അരിക്കാൻ നേരത്തെ ആ ചായയുടെ അരിപ്പയിൽ തേയിലയെല്ലാം കൂടെ ഒന്ന് അരിച്ച് അടിഞ്ഞു കൂടി എന്തോ പറ്റും, ആ തേയില ആ ചായ അരിപ്പയെ കൂടെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ശരിയല്ലേ? അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ സ്മോൾ ഇൻഡസ്ട്രിയിൽ വന്ന് ഇത്രയും ടോക്സിൻസും കാര്യങ്ങളെല്ലാം വന്ന് അടിയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് ബാക്കിയുള്ള ശരീരത്തിലൂടെ എത്താൻ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയും. ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ കുറയാണ്, ബ്ലോക്കേജ് ഉണ്ടാകുന്നത്. അങ്ങനെ ഈ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിൽ വേണ്ട ന്യൂട്രിയൻസ് കിട്ടാതെ, എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ന്യൂട്രിയൻസ് ഉണ്ടാവും, പോഷകക്കുറവുണ്ടാവും. അങ്ങനെ പോഷകക്കുറവുണ്ടാകുമ്പോഴാണ് നമുക്കിപ്പം ഒരുപാട് കുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ കണ്ണാടി വെക്കേണ്ട അവസ്ഥ വരുന്നത്, കാഴ്ച മങ്ങുക. അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് നരച്ച മുടികളുണ്ടാവുക. വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എല്ലിന് ബലക്ഷയം ഉണ്ടാവുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് കാലുവേന, കൈവേന എല്ലാം ഡോക്ടർ പറയും വിറ്റാമിൻ ഡെഫിഷ്യൻസിയാണ്, എല്ലിന് ബലക്ഷയം ഉണ്ടാവുക എന്ന് പറയും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ പോഷകക്കുറവ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറയുന്നത്, എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. ഈ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു പുതിയതായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ വൈറസുകളോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ആദ്യമേ അഫക്റ്റ് ചെയ്യുന്നത് ആർക്കാണോ രോഗപ്രതിരോധ ശേഷി കുറവ്, ഇമ്മ്യൂണിറ്റി കുറവ്, അവരെ ആയിരിക്കും ആദ്യമേ അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കോവിഡ് സമയത്ത് ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് ഇമ്മ്യൂണിറ്റി ടാബ്ലറ്റ്സും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് പൗഡേഴ്സും ജ്യൂസസും എല്ലാം ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന ഈ കെമിക്കൽസും കാര്യങ്ങളെല്ലാം വന്നിട്ട് നമ്മുടെ സെൽസിനെ ബാധിക്കും, സെൽസിനെ അഫക്റ്റ് ചെയ്യും. ഈ സെൽസിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസിനെ ബാധിക്കും. ഈ കോശങ്ങളിൽ നിന്ന് അത് ടിഷ്യൂവിനെ ബാധിക്കും, അത് നമ്മുടെ ഓർഗനെ ബാധിക്കും. ഓർഗനെ ബാധിച്ച് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള ഹ്യൂമൻ ബോഡി സിസ്റ്റത്തെ അല്ലെങ്കിൽ ബോഡി സിസ്റ്റത്തെ മൊത്തം ബാധിക്കും. ഇങ്ങനെ ഈ ഹ്യൂമൻ സിസ്റ്റത്തെ മൊത്തം ബാധിക്കുമ്പോഴാണ് കിഡ്നി ഫെയിലിയേഴ്സ്, ക്യാൻസർ, ഡയബറ്റിക്, ഹാർട്ട് അറ്റാക്ക്, തൈറോയ്ഡ്, PCOD ഇതുപോലുള്ള അസുഖങ്ങളെല്ലാം ഡെവലപ്പ് ആയിരുന്നു. ഇങ്ങനെ ഈ സെൽസിൽ നിന്ന്, കോശങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അഫക്റ്റ് ആവാൻ വേണ്ടി ഏകദേശം ഇങ്ങനെ അസുഖങ്ങൾ രൂപപ്പെടാൻ വേണ്ടി ഏകദേശം 5 to 6 വർഷമാണ് എടുക്കുന്നത്. ഈ ഒറ്റ ദിവസം കൊണ്ടല്ല ഈ അസുഖങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്, 5 to 6 വർഷം എടുക്കും. ഏകദേശം 5 to 6 വർഷം എടുത്തിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ അസുഖങ്ങളെല്ലാം വ്യാപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്.
അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ. ഈ ക്യാൻസർ പോലെ ഉള്ള അസുഖങ്ങൾക്ക് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഇതൊരു സെല്ലായിട്ട് രൂപപ്പെടും. എന്നിട്ട് ഈ സെൽസ് മറ്റുള്ള ടിഷ്യൂയിലേക്ക് സ്പ്രെഡ് ആവും. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജ്. ടിഷ്യൂയിലേക്ക് സ്പ്രെഡ് ആവുന്നതാണ് സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതിന് തേർഡ് സ്റ്റേജ്. ഈ തേർഡ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഈ ടിഷ്യൂവിൽ നിന്ന് ഏതെങ്കിലും നമ്മുടെ ഒരു ആന്തരിക അവയവത്തെ ഇത് ബാധിക്കും. ഓക്കെ, ക്യാൻസർ സെൽസ് ഏതെങ്കിലും ഒരു ആന്തരിക ഇൻറ്റേർണൽ ആയിട്ട് ഏതെങ്കിലും ഒരു ഓർഗനിലോട്ട് സ്പ്രെഡ് ആവും. അതാണ് സ്റ്റേജ് 3, തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, ഈ സെൽസ് എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, നമ്മുടെ ഓവറോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ഓർഗൻ സിസ്റ്റത്തിലും ബാധിച്ചു കഴിയും. എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടുന്ന് ടോപ്പ് വരെ താഴെ വരെയുള്ള എല്ലാ ഓർഗൻ സിസ്റ്റത്തിലും ബാധിച്ചു കഴിയുമ്പോഴത്തേക്കാണ് ഇത് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. ഈ ഒട്ടുമിക്ക ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും കണ്ടെത്തുന്നത് ഈ ക്യാൻസർ ഉള്ള അസുഖങ്ങൾ കണ്ടെത്തുന്നത് 3rd or 4th സ്റ്റേജിലായിരിക്കും. അപ്പോഴാണ് ഈ ഡോക്ടർമാർ പറയുന്നത് 1st or 2nd സ്റ്റേജ് ആയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി എന്ന് ഡോക്ടർമാർ പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ. ഈ ഡയബറ്റിക് പോലുള്ള അസുഖങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസ് എന്നൊരു സെൽസ് ഉണ്ട്. ഈ ടോക്സിൻസ് എല്ലാം അടിഞ്ഞുകൂടി ഇത് നമ്മുടെ ബീറ്റാ സെൽസിനെ അറ്റാക്ക് ചെയ്യും. ഈ ബീറ്റാ സെൽസിനെ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ബീറ്റാ സെൽസാണ് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ഇൻസുലിൻ സെക്രീഷൻ കുറയുന്നു. അങ്ങനെയാണ് നമ്മൾ ഒരു ഡയബറ്റിക് രോഗിയായിട്ട് മാറുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഇതിൻ്റെ ഈ അസുഖങ്ങളുടെ എല്ലാം മെയിൻ കാരണം എന്താണ്, ഇതിൻ്റെ വേറെന്ത്, ഈ റൂട്ട് കോസ് എന്താണ്? ഈ അസുഖങ്ങളുടെ എല്ലാം നമ്മുടെ ശരീരത്തിൽ അടിയുന്ന ടോക്സിൻസ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളെപ്പറ്റി. നമുക്ക് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പെരയ്ക്കകത്ത് എന്തെങ്കിലും നമ്മുടെ പെരയിലൊക്കെ എന്തെങ്കിലും അഴുക്കുകളോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമ്മളത് തൂത്ത് വൃത്തിയാക്കും. നമ്മുടെ ഇപ്പം ചോരകളിൽ നമ്മുടെ ഭിത്തികളിൽ എന്തെങ്കിലും പായലോ ഈ കാര്യങ്ങളോ വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വീടിന് മെയിൻ്റെനൻസ് ചെയ്യും. ശരിയല്ലേ? നമുക്കൊരു വീടിന് പായലോ പൂപ്പലോ വല്ലതും വരുവാണെങ്കിൽ നമ്മൾ ആ പെയിൻ്റെല്ലാം ചുരണ്ടിക്കളഞ്ഞ് നമ്മൾ നമ്മുടെ വീടിന് മെയിൻ്റെനൻസ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു വണ്ടി, നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരും, എന്തെങ്കിലും പെട്രോളിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഞ്ചിനോ എന്തെങ്കിലും കരട് വല്ലതും ബാധിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എഞ്ചിൻ തകരാറുകളോ ചെറുകിട പണികളോ വല്ലതും വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിക്ക് മെയിൻ്റെനൻസ് ചെയ്യും. നമ്മൾ ആലോചിക്കും, വെറും 35-40 ലക്ഷം രൂപയുടെ ഒരു വീടിന് വേണ്ടി നമ്മൾ എത്ര രൂപയുടെ മെയിൻ്റെനൻസ് ചെയ്യുന്നത്? കുറഞ്ഞത് 2-3 വർഷത്തിന് കൂടുമ്പോൾ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യാറുണ്ട്. നമ്മുടെ വണ്ടികൾക്ക്, നമ്മുടെ ബൈക്കാകട്ടെ അല്ലെങ്കിൽ സ്കൂട്ടി ആകട്ടെ കാറാകട്ടെ ഇതിനല്ല എത്ര രൂപയുടെ വില വരുന്നത്? ഇതിനൊക്കെ നമ്മൾ എന്തോരം മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? നമ്മുടെ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിന് എത്ര രൂപ വില വരുന്നതെന്ന് പറയും? ഏകദേശം 5 കോടി രൂപ വരും. 5 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം കിട്ടുമെന്നല്ല, അത്രയ്ക്കും വാല്യുകളാണ് മനുഷ്യ ശരീരം. നമ്മൾ ഈ മനുഷ്യ ശരീരത്തിന് വേണ്ടി ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടായിട്ട് നമ്മൾ എത്ര രൂപയുടെ മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട്? 1 രൂപയുടെയെങ്കിലും മെയിൻ്റെനൻസ് നമ്മുടെ ശരീരത്തിന് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ആരും ചെയ്യുന്നില്ല. ശരിയാണോ? അല്ലേ? 1 രൂപയുടെ വരെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കാതെ നമ്മളിങ്ങനെ പോയി ഇങ്ങനെ കൊണ്ട് നടന്ന് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ മരുന്നുകളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്ത് പൈസ കൊണ്ട് ചിലവാക്കുന്നതാണോ നല്ലത്? ഇതൊന്നും വരാതെ നമ്മൾ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നതാണോ നല്ലത്? നമ്മളിത് ഈ അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുക, നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? അപ്പം ഇനി എങ്ങനെ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഈ അസുഖങ്ങളൊന്നും വരാതെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഇതിനെല്ലാം ഉള്ള ഒരു ആയുർവേദിക് സൊല്യൂഷനാണ് സീബക്തോൺ. നിങ്ങൾ ആരെങ്കിലും സീബക്തോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ന് ഈ ലോകത്ത് ഇപ്പം സയൻറ്റിസ്റ്റുകളുടെയും ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ് ഈ സീബക്തോൺ. ഈ സീബക്തോണാണ് ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ കോവിഡ് ഇത്രയും പ്രശ്നമായ സമയത്ത് സീബക്തോണിൻ്റെ ടീ ആണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഈ ലോകത്തിലേക്കും 4ാമത്തെ പവർഫുൾ ഫോഴ്സാണ് ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിലെ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന ആർമി പട്ടാളക്കാർക്ക് സീബക്തോണിൻ്റെ സ്ക്വാഷ്, സീബക്തോൺ ബേസ്ഡ് പ്രോഡക്ട്സ്, ടീ, ഈ വക സാധനങ്ങളാണ് അവർക്ക് സെർവ് ചെയ്യുന്നത്. ഇനി ഈ സീബക്തോൺ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ സീബക്തോൺ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫ്രൂട്ടാണ്. ഓക്കെ, സൂപ്പർ ഫ്രൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാലും എന്തെങ്കിലും അസുഖങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ ഡോക്ടർമാർ പൊമഗ്രനേറ്റ് കഴിക്കാൻ പറയും, മാതള നാരങ്ങ. എന്തുകൊണ്ടാണ് ഈ പഴമോ അല്ലെങ്കിൽ ഏത്തക്കയോ ഈ വക സാധനങ്ങൾ ഡോക്ടർമാർ കഴിക്കാൻ പറയാത്തത്? എന്തുകൊണ്ട് ഈ മാതള നാരങ്ങ കഴിക്കാൻ പറയുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ മാതള നാരങ്ങ, പൊമഗ്രനേറ്റ് എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ഒരു സൂപ്പർ ഫ്രൂട്ടാണ്. സൂപ്പർ ഫ്രൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ടിൽ മറ്റ് 2-3 പഴങ്ങളുടെ അല്ലെങ്കിൽ 2-3 ഫ്രൂട്ട്സിൻ്റെ പവറും വിറ്റാമിൻസും അല്ലെങ്കിൽ അതിൻ്റെ കാൽസ്യം കാര്യങ്ങളും ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നതിനാണ് ഒരു സൂപ്പർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ പൊമഗ്രനേറ്റിൻ്റെ ഓക്സി റാഡിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ്, നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ടോക്സിൻസിനെ ഏറ്റവും പെട്ടെന്ന് റിമൂവ് ചെയ്യാനുള്ള പവർ ഈ പൊമഗ്രനേറ്റിനുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർമാർ പൊമഗ്രനേറ്റ് വയ്യാതെ കിടക്കുന്ന ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നത്. കഴിക്കാനും ജ്യൂസ് കുടിക്കാനും അല്ലാതെ കഴിക്കാനും ഒക്കെ ഡോക്ടർമാർ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഒരു സൂപ്പർ ഫ്രൂട്ട് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനിയും ഈ സീബക്തോണിനെയും പൊമഗ്രനേറ്റിനെയും മാതള നാരങ്ങയുടെ വെച്ചൊന്ന് കമ്പയർ ചെയ്യാം. ഈ പൊമഗ്രനേറ്റിൽ ഏകദേശം 4-5 ഫ്രൂട്ട്സിൻ്റെ പഴങ്ങളുടെ പവറാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ ഒറാക് വാലി, ഇതിൻ്റെ ഒറാക് വാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സി റാഡിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഇതിൻ്റെ 10,500 അതിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഈ സീബക്തോണിൻ്റെ ഒറാക് വാലി 80,000 to 1,20,000 ആണ്. എന്ന് വെച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെയും ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസിനെ എല്ലാം റിമൂവ് ചെയ്ത് ശരീരത്തിലുണ്ടാകുന്ന അസുഖങ്ങളെല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള പവർ ഈ സീബക്തോണിനാണ്
കൂടുതൽ. അതുപോലെ തന്നെ ഒരുപാട് ഈ ലോകത്തുള്ള ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ പവർ ഈ ഒരു ഫ്രൂട്ടിൽ കിട്ടുന്നുണ്ട്, ഈ സീബക്തോണിൽ കിട്ടുന്നുണ്ട്. ഇത്രയ്ക്ക് പവർഫുൾ ആയതുകൊണ്ടാണ് ഇന്ത്യൻ ആർമിയിലും അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലും ഇപ്പം ഈ കൊറിയൻ സയൻറ്റിസ്റ്റുകൾ ഈ കോവിഡിന് വേണ്ടി ഈ സീബക്തോൺ വെച്ചിട്ടാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സീബക്തോണിൽ എന്താണ് ഇത്രയും പവർഫുൾ, മറ്റുള്ള സാധാ ഫുഡ്സിൽ നിന്നും എന്താണ് മാറി ഇത്രയും ന്യൂട്രീഷ്യൻസ് അല്ലെങ്കിൽ ഇത്രയും പോഷകങ്ങളും അതുപോലെ തന്നെ എന്താണ് ഇത്ര ഒറാക്കോയിൽ കൂടാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഹിമാലയാസിലാണ് ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ 10,000 അടി മുകളിലാണ് ഈ സീബക്തോൺ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവിടെ മനുഷ്യൻ്റെ ഒരു ശല്യമോ അല്ലെങ്കിൽ മനുഷ്യനായിട്ട് കെമിക്കൽ ഉപയോഗിക്കാൻ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും അവിടെ ഇല്ല. ഇത് വൈൽഡായിട്ട് കിളിച്ചു വരുന്നതാണ് ഈ സീബക്തോൺ. അതുകൊണ്ടാണ് ഇതിൻ്റെ ഏകദേശം 200 അടി താഴെയാണ് ഇതിൻ്റെ വേരുകൾ പോകുന്നത് മണ്ണിലോട്ട്. അങ്ങനെ മണ്ണിലോട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ഇത് കിളിച്ചു വരുന്നതാണ് ഇത്രയ്ക്ക് ന്യൂട്രിയൻസ് കപ്പാസിറ്റി അല്ല ഇതിനുള്ളത്, ന്യൂട്രിയൻസ് വാല്യൂവും കാര്യങ്ങളല്ല ഇതിനുള്ളത്. ഈ സീബക്തോണിനെ പറ്റി ടിബറ്റൻ ആയുർവേദിക് ബുക്കിൽ ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ 30 പേജോളമാണ് ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി എഴുതിയേക്കുന്നത്. ഈ സീബക്തോണിന് നമ്മുടെ മൃതസഞ്ജീവിനി എന്ന് പറഞ്ഞ പുരാണങ്ങളിലൊക്കെ പറയപ്പെടുന്ന മൃതസഞ്ജീവിനി അതിനോട് സാദൃശ്യമുള്ള എല്ലാ ഗുണങ്ങളും ഇതിനുണ്ട്. ഇതിന് ആ മൃതസഞ്ജീവിനിയായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ ഇല്ലാത്തൊരു മനുഷ്യനെ ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ മനുഷ്യന് ജീവൻ കൊടുക്കാനുള്ള പവർ മാത്രമേ ഉള്ളൂ ഇതിനില്ലാത്ത എന്നാണ് സയൻറ്റിഫിക്കലി പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം മനുഷ്യ ശരീരത്തിൽ ഒരുപാട് മിറാക്കിൾസ് ചെയ്യാനുള്ള പവർ ഈ സീബക്തോണിനുണ്ട്. ഇനിയും ഈ സീബക്തോൺ എങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഉപയോഗപ്രദമാവുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്താ വേണ്ടത്, കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ എന്താ വേണ്ടത്, ന്യൂട്രിയൻസാണ്, ശരിയല്ലേ? വിറ്റാമിൻസ്, കാൽസ്യം, അയൺ, പൊട്ടാസ്യം ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. ഓക്കെ, നമ്മുടെ മുമ്പേ നമ്മൾ വീഡിയോയും കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ കിട്ടുന്നത് എന്താണെന്നുള്ള കാര്യം കണ്ടല്ലോ, മൊത്തം കെമിക്കൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്. ഏകദേശം നമ്മുടെ ശരീരത്തിലേക്ക് 210 ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മുടെ ശരീരത്തിലേക്ക് വേണം. നമ്മുടെ ഇന്ത്യൻ ഡയറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്നത് വെറും 30 to 40 മാത്രമാണ്, അതിൻ്റെ കൂട്ടത്തിൽ കെമിക്കൽസ്. ഓക്കെ, ഇനി ഈ സീബക്തോണിൽ 190+ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് നമ്മുടെ ശരീരത്തിലേക്ക് തരാനുള്ള പവറുണ്ട്. എക്സാമ്പിൾ വിറ്റാമിൻ എ, അതുപോലുള്ള വിറ്റാമിൻസ്, കാൽസ്യംസ്, മിനറൽസ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് തരാനുള്ള പവർ ഈ സീബക്തോൺ ഉണ്ട്. അതുപോലെ തന്നെ ഈ സീബക്തോൺ എന്ന് പറഞ്ഞ ഫ്രൂട്ടിന് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് കപ്പാസിറ്റി കൂടുതലായതിനാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനുള്ള പവർ ഇതിനുണ്ട്. ഫ്രീ റാഡിക്കൽസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഒരുപാട് കെമിക്കൽസ്, കീടനാശിനികൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ, അതുപോലെ വായുവിൽ നിന്നുള്ള മലിനീകരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ, അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന റേസ്, പിന്നെ സിഗരറ്റ് വലിക്കുക, മദ്യപാനം, ഇതിൽ നിന്നൊക്കെ നമുക്കുണ്ട് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ആവും. ഈ ഫ്രീ റാഡിക്കൽസാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ അസുഖങ്ങളെ ഉണ്ടാക്കിവിടുന്നത്, അസുഖങ്ങൾക്ക് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ ഇതിനെല്ലാം റിമൂവ് ചെയ്യാനുള്ള പവർ ഈ ആൻറ്റി ഓക്സിഡൻസിനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ടോക്സിൻസിനെ എല്ലാം നല്ല രീതിയിൽ റിമൂവ് ചെയ്യാനുള്ള പവർ ഈ സീബക്തോണുണ്ട്. ഈ സീബക്തോൺ ആൻറ്റി ക്യാൻസറസ് ആണ്. നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ട്യൂമർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള പവറുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ പ്രിവെൻറ്റ് ചെയ്യും. ഇത് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ആണ്. ലിവറിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ലിവർ ഡാമേജ് ഒന്നും ഉണ്ടാക്കാതെ ലിവറിൻ്റെ ഫങ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടത്താൻ വേണ്ടി സീബക്തോൺ ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പം ഏകദേശം 10-5 പേർക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് ഉണ്ട്. 10 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 പേർക്ക് തൈറോയ്ഡ് പ്രോബ്ലംസ് കാണപ്പെടുന്നുണ്ട്. സീബക്തോൺ തൈറോയ്ഡ് ഗ്ലാൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തൈറോയ്ഡ് ഫംഗ്ഷനെ ന്യൂട്രലൈസ് ചെയ്ത് വെക്കും. തൈറോയ്ഡ് ഉള്ളവർക്ക് ഒരുപാട് കൂടാതെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രോബ്ലംസ് വരാതെ തൈറോയ്ഡ് ഗ്ലാൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓക്കെ, ഇതിലുള്ള ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ കണ്ടൻറ്റ് നമ്മുടെ കൊളോൺ സെൽ ഹെൽത്തിനെ കൊളോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രീൻ, നമ്മുടെ ചെറുകുടൽ, വൻകുടൽ, ഇതിലുള്ള കോശങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റീവായിട്ട് വെക്കും. നമ്മൾ ഇപ്പോഴത്തെ ഉള്ള ആൾക്കാരെ നമ്മൾ എടുത്തു നോക്കി അറിയാൻ പറ്റും. ഇപ്പോഴത്തെ ഉള്ള പിള്ളേർക്കാട്ടെ മുതിർന്നവർക്കാട്ടെ തൊട്ടാലും പിടിച്ചാലും ദേഷ്യമാണ്. അവർക്കൊന്ന് പറഞ്ഞ് രണ്ടാമത്തിൽ ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്കെല്ലാം ഡിപ്രഷൻ കൂടി വരുവാണ്. വിഷാദം എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കൂടി വരുവാണ്. ഓക്കെ, ഈ സീബക്തോണിലാണ് 5-HTP എന്ന് പറയും, ഹാപ്പി മോളിക്യൂൾ എന്ന് പറയും. ഇത് സീബക്തോണിലാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ബ്രെയിനിൽ സെറോട്ടിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഈ സെറോട്ടിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മൂഡിനെ നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്ത് നിർത്തും. നമ്മുടെ മൂഡിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തും. നമുക്ക് ആൻസൈറ്റി, എന്തെങ്കിലും ഡിപ്രഷൻ, അസുഖങ്ങളുണ്ടെങ്കിൽ അതിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തും. ഇതൊന്നും വരാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഉറക്കക്കുറവ്, ശരീരത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത കാര്യങ്ങളൊക്കെ അതിനെല്ലാം നല്ല രീതിയിൽ ന്യൂട്രലൈസ് ചെയ്ത് ഈ സെറോട്ടിൻ എന്ന് പറഞ്ഞാൽ ഈ 5-HTP എന്ന് പറഞ്ഞാൽ ഈ ഹാപ്പി മോളിക്യൂൾ അതിനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
ഈ സീബക്തോൺ ആണ് ഫ്ലവനോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റിൻ്റെ മെയിൻ സോഴ്സ്. ഓക്കെ, ഈ ഫ്ലവനോയിഡ്സ് എന്ന് പറഞ്ഞ കണ്ടൻറ്റിൻ്റെ ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ ചെയ്യാനുള്ള പവറുണ്ട്. ഇത് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി വൈറലാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ, അനാവശ്യമായിട്ടുള്ള വൈറസുകളെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്യാതെ, ശരീരത്തിൽ കയറി പിടിപെടാതെ ഈ ഒരു ഫ്ലവനോയിഡ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഹേർട്ടിന് നല്ല രീതിയിൽ ഹേർട്ടിൻ്റെ ബ്ലഡ് ഫ്ലോയും കാര്യങ്ങൾ കറക്റ്റായിട്ട് നടത്തും. കൊഴുപ്പുകളൊക്കെ അടിഞ്ഞു കൂടി ഹേർട്ടിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ഇത് നമ്മുടെ ഹെർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഡയബറ്റിക്സിനെ നല്ല രീതിയിൽ കൺട്രോൾ വെക്കും. അത് നമ്മുടെ ബ്രെയിനിലെ നെർവ്സിനെ എല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്റ്റീവായിട്ട് വെക്കുന്നതോടെ നമുക്ക് ഈ വയസ്സാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഈ അൽസീമേഴ്സ് പോലുള്ള അസുഖങ്ങളിൽ, മറവി രോഗം അങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് നല്ല രീതിയിൽ നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് പുതിയ വെയിൻസ് ഒന്നും ഡെഡ് ആവാതെ, അല്ലെങ്കിൽ പുതിയ വെയിൻസ് ഒന്നും ബ്ലോക്കേജ് ആവാതെ ഈ ഫ്ലവനോയിഡ്സ് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പം വെരിക്കോസ് വെയിനൊക്കെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു പെയിൻ റിലീഫ് നല്ല രീതിയിൽ ഈ ഫ്ലവനോയിഡ്സ് ഹെൽപ്പ്, വേദന കുറയാനായിട്ട് ഈ ഫ്ലവനോയിഡ്സ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ കാൽസ്യം, അയൺ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, കോപ്പർ, സോഡിയം, ഫോസ്ഫറസ് ഇതുപോലുള്ള ഒരുപാട് മിനറൽസ് ഇതെല്ലാം ഈ ഒരു സീബക്തോണിൽ കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ബോൺ ഹെൽത്തിനെ, ഓവറോൾ നമ്മുടെ ബോഡി, സ്കിൻസ്, നമ്മുടെ നഖങ്ങൾ, അതുപോലെ ഹെയർ, ഇതിനെല്ലാം നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തും. നമുക്ക് ബോഡിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഈ മിനറൽസും കാര്യങ്ങളും ഈ സീബക്തോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഈ സീബക്തോണിൽ വിറ്റാമിൻ സിയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഓറഞ്ചിനേക്കാൾ 12 ടൈംസ് കൂടുതലാണ്. എന്ന് വെച്ചാൽ ഒരു ഓറഞ്ചിനേക്കാൾ 12 മടങ്ങ് കൂടുതലാണ് ഈ സീബക്തോണിൽ കണ്ടുവരുന്ന വിറ്റാമിൻ സിയുടെ കണ്ടൻറ്റ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ട് ഇത് യൂസ് ചെയ്യാനുള്ള കാരണം. അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ ഗുണങ്ങളും കാര്യങ്ങളും ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ മനസ്സിലായി കാണുമല്ലോ. ഇത് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ വൈറസ് ഈ കാര്യങ്ങളും നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്ത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ BP നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് വെക്കും. അതുപോലെ തന്നെ വിറ്റാമിൻ സി നമ്മുടെ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മുടെ ഷുഗർ പേഷ്യൻസ് ആണെങ്കിലും അല്ലെങ്കിലും ആൾക്കാർക്ക് ഈ മുറിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി പെട്ടെന്ന് ഉണങ്ങാതിരിക്കുകയും അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിറ്റാമിൻ സി പെട്ടെന്ന് മുറിവ് ഉണങ്ങാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളാണ്. നമ്മുടെ കണ്ണുകൾക്കൊക്കെ എന്ന് വെച്ചാൽ വിറ്റാമിൻ എയുടെ നല്ല രീതിയിൽ അത്യാവശ്യമാണ്. കാരണം ഈ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കാഴ്ച ഇല്ലാണ്ട് വരുന്നത്, ആ വക പ്രോബ്ലംസ് എല്ലാം കുട്ടികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സീബക്തോണിലുള്ള വിറ്റാമിൻ എയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റിനേക്കാൾ 3 മടങ്ങ് കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ കണ്ണിന് പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ഈ വിറ്റാമിൻ സിയുടെ ഇതിൻ്റെ കണ്ടന്റ് ഹെൽപ്പ് ചെയ്യും. ഈ സീബക്തോണിൽ ഇനി ലോകത്തിലേക്കും ഉള്ള എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനേക്കാളും കൂടുതൽ വിറ്റാമിൻ ഇയുടെ കണ്ടന്റ് ഇതിലുണ്ട്. വിറ്റാമിൻ ഇ എന്തിനാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ സെൽസിനെല്ലാം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വെക്കാനും, അതുപോലെ തന്നെ ചർമ്മത്തിന് നല്ലൊരു സൗന്ദര്യം കൂട്ടാനും, അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ മുഖത്തും ശരീരത്തിലുള്ള ചുളുക്കങ്ങൾ വരാതെയും ഈ വിറ്റാമിൻ ഇ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ സീബക്തോണിൽ വിറ്റാമിൻ ബി കോംപ്ലക്സിനെ നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് സപ്ലൈ ചെയ്യാനുള്ള പവർ ഈ സീബക്തോണിലുണ്ട്. ഈ വിറ്റാമിൻ ബി എന്തിനാണ് അല്ലെങ്കിൽ ബി കോംപ്ലക്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മുടിയുടെ ഹെയർ ഹെൽത്തിന്, മുടി നല്ല രീതിയിൽ പൊഴിച്ചുള്ളവർക്ക് അല്ലെങ്കിൽ മുടി പൊഴിയാതെ പ്രൊട്ടക്ട് ചെയ്യാൻ, മുടി പൊഴിഞ്ഞ് നല്ല രീതിയിൽ കിളുത്ത് വരാൻ, നല്ല രീതിയിൽ വരാനായിട്ട് വിറ്റാമിൻ ബി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക്, ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ കൂട്ടി നല്ല രീതിയിൽ ആ ഒരു റെഡ് ബ്ലഡ് സെൽസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ വിറ്റാമിൻ ബി കോംപ്ലക്സ് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ നാഡികളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ച് അതിൻ്റെ എല്ലാ ഫംഗ്ഷൻസ് എല്ലാം കറക്റ്റായിട്ട് നടത്താൻ ഈ വിറ്റാമിൻ ബി കോംപ്ലക്സ് നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ തന്നെ ഈ സീബക്തോൺ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു ഫുഡാണ്, ഒരു ഫ്രൂട്ടാണ്. ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ സംബന്ധമായിട്ടുള്ള ഡിസീസസിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ സംബന്ധമായിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കണ്ടീഷനിൽ നിന്ന് നല്ല രീതിയിൽ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യും. ഇൻഫ്ലമേഷൻ ഉള്ളവർക്ക് നല്ല രീതിയിൽ അതിന് കുറവുണ്ടാകും, അല്ലാതെ ഇൻഫ്ലമേഷൻ ഉണ്ടാകാതെ പ്രൊട്ടക്ട് ചെയ്യും. ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് മഞ്ഞൾ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഡെയിലി ഇന്ത്യൻ ഫുഡ് ഡയറ്റിൽ മഞ്ഞൾ ഉൾപ്പെടുത്താൻ പറയുന്നത്. ഇപ്പം നമുക്ക് നല്ല മഞ്ഞളും കിട്ടാനില്ല, ഒന്നുമില്ല, ശരിയാണോ അല്ലേ? അപ്പം ഈ ഒരു സീബക്തോൺ നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്. ഇൻഫ്ലമേറ്ററി രോഗങ്ങൾ ഡിസീസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആർത്രൈറ്റീസ്, നമ്മുടെ സന്ധി വേദന, ഇവ കാര്യങ്ങളെല്ലാം, പിന്നെ എന്താ പറയുക പൈൽസ്, ആസ്മ, മൈഗ്രെയിൻ, മുഖത്തിൽ കുരു വരുന്ന പിമ്പിൾസ്, ഇതെല്ലാം ഇൻഫ്ലമേഷനാണ്. പിന്നെ സോറിയാസിസ്, അതുപോലെ സൈനസൈറ്റിസ്, ഇതെല്ലാം ഇൻഫ്ലമേഷൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതൊന്നും വരാതെ നല്ല രീതിയിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. അഥവാ ഉള്ളവർക്ക് നല്ല രീതിയിൽ അത് കൂടാതെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ കുറവ് കിട്ടാനും ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡായ സീബക്തോൺ നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിന് ഒമേഗാസ് നല്ല രീതിയിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒമേഗാസിനെ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഓവറോൾ നമ്മുടെ തല, നമ്മുടെ എന്താ പറയുക മസ്തിഷ്കം, അതുപോലെ തന്നെ ലിവർ, കിഡ്നി, ലങ്സ്, ഇതുപോലുള്ള പാൻക്രിയാസ്, നമ്മുടെ വെയിൻസ്, ഇതിനെല്ലാം ഒമേഗാസ് നല്ല രീതിയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ചില ഡോക്ടർമാർ നല്ല നെയ്യുള്ള മീൻ കഴിക്കാൻ പറഞ്ഞ് ഓരോ ടൈപ്പ് മീൻ കഴിക്കാൻ പറഞ്ഞ് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് നല്ല ആ മീൻ ഇന്ന നെയ്യുണ്ട്, അപ്പോൾ ആ മീൻ കഴിക്കാൻ പറയുന്നത് അതിൽ omega 3 and omega 6 കണ്ടന്റ് ഉണ്ട്. ഈ ലോകത്തിലേക്കും omega 3, omega 6, omega 7, omega 9 വരുന്ന ഒരേ ഒരു വെജിറ്റേറിയൻ സോഴ്സ്, ഈ 4 കൂടെ ഒരുമിച്ച് വരുന്നത്, 4 ഒമേഗാസും കൂടെ ഒരുമിച്ച് വരുന്ന പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് ഒരുമിച്ച് വരുന്ന ഒരേ ഒരു സോഴ്സ് സീബക്തോൺ ആണ്.
അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് അമിനോ ആസിഡ്സ് വേണം. നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന പ്രോട്ടീന് നല്ല രീതിയിൽ സിന്തസൈസ് ചെയ്ത് ബോഡിയിലേക്കുള്ള ഹോർമോൺസിനെ എല്ലാം നല്ല രീതിയിൽ കറക്റ്റായിട്ടും സ്റ്റിമുലേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി അമിനോ ആസിഡ്സ് വേണം. അപ്പം ഈ സീബക്തോണിൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട കംപ്ലീറ്റ് അമിനോ ആസിഡ്സും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സീബക്തോണിനെ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇനി ഒന്ന് ചിന്തിച്ച് നോക്കി, ഇത്രയും നല്ല പോഷക ഗുണങ്ങളും ഇത്രയും ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ശരീരത്തെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഈ ഒരു സീബക്തോൺ എന്ന് പറഞ്ഞ ഈ ഒരു ഫ്രൂട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വരുമോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മൾ ചില ആയുർവേദിക് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടുത്തെ ഭക്ഷണ രീതി മാത്രം റെഡിയാക്കിയപ്പോഴത്തേക്ക് അവർ അസുഖങ്ങൾ ഭേദമായി. നിങ്ങൾ കേട്ടിട്ടുള്ളതല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും ചോദിക്കുക, മുതിർന്ന ആൾക്കാരോട് ചോദിക്കുക. ചില ആയുർവേദിക് സെൻറ്റേഴ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ഭക്ഷണം മാത്രമേ റെഡിയാക്കത്തുള്ളൂ, അവരുടെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഭേദമാകും. അതിൻ്റെ ഒരേ ഒരു ടെക്നിക്ക് എന്താണെന്നറിയോ? നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ വേണ്ട അളവിൽ ഈ വക ന്യൂട്രിയൻസും കാര്യങ്ങളും കൊടുത്താൽ മതി. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കാല് തൊട്ട് നിങ്ങളുടെ പാദം തൊട്ട് തലയിൽ വരെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിൽ വരെയുള്ള ഓരോ സ്ഥലത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ് ഈ സീബക്തോൺ. അത്ര നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്രയും പോഷക ഗുണങ്ങളുള്ള ഈ സീബക്തോൺ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമല്ലോ. നമ്മളോടൊക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നല്ല ഭക്ഷണം കഴിക്കുകയും നല്ലപോലെ വ്യായാമങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ജിമ്മിൽ പോകും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ പറയാം നല്ല ഭക്ഷണം കഴിക്കാൻ അവരുടെ പൈസ ഇല്ല, അതുപോലെ ജിമ്മിലൊക്കെ പോകാനാണെങ്കിൽ അവർക്ക് സമയമില്ലെന്ന് അവർ പറയുന്നത്. ഇങ്ങനെ പറയുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ വന്ന് 2-3 ആഴ്ചയിലൊക്കെ കിടക്കുവാണ്. അവിടെ പോയി കിടക്കാൻ നേരത്തൊക്കെ അവർക്ക് സമയവുമുണ്ട്. ആ ഹോസ്പിറ്റലുകാർ പറയുന്ന ബില്ല് കൊടുക്കാൻ നേരത്ത് അല്ലെങ്കിൽ ബില്ല് വരാൻ നേരത്ത് അവർ മറുത്തൊരക്ഷരം പോലും പറയാതെ അവർ ആ ബില്ല് പേ ചെയ്യുവാൻ. കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല. ബില്ല് വന്നാൽ ബില്ല് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ വഴി. ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ നമ്മുടെ ഇന്ന് രാജ്യത്ത് 9 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ക്യാൻസർ സാധ്യതയാണ്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് സ്ഥലത്താണെന്നറിയാം? നമ്മുടെ കേരളത്തിലാണ്. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടാണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇത് നമ്മൾ ഈ റിപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും നമ്മുടെ FB ഗ്രൂപ്പുകളിലും ഒരു ദിവസം വരുന്ന ഈ ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആൾക്കാരുടെ പോസ്റ്റേഴ്സാണ് ഒരു ദിവസം. അതുപോലെ തന്നെ 100 രൂപ ചാലഞ്ച്, 200 രൂപ ചാലഞ്ചൊക്കെ ഇപ്പം കൂടി വരുവാണ്. ശരിയല്ലേ? നിങ്ങൾ ഇതിനെയൊക്കെ നല്ല രീതിയിൽ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇന്ന സാധനം കഴിക്കരുതെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രത്തൻ ടാറ്റ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈറ്റ് യുവർ ഫുഡ് ആസ് യുവർ മെഡിസിൻ, അതർവൈസ് യു ഹാവ് ടു ഈറ്റ് മെഡിസിൻ ആസ് യുവർ ഫുഡ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ മരുന്ന് പോലെ കഴിക്കുക. എന്ന് വെച്ചാൽ 3 നേരം നല്ല വൃത്തിയായിട്ട് ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ്, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസ് പോഷകമാണ് 3 നേരം കൊടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരുന്ന് ഭക്ഷണം പോലെ 3 നേരം കഴിക്കേണ്ടി വരും. ഇപ്പോഴത്തെ ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഓരോ നേരം ഓരോരോ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഓരോരോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഓരോരോ സിറപ്പുകളും കാര്യങ്ങളൊക്കെ 3 നേരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളതല്ല. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തീരുമാനം എടുക്കുക, ഇന്ന് ചെയ്യുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.